മൈസൂർ വനാന്തരങ്ങളിൽ മൂപ്പന്മാർ തന്നെ സ്വയം വാറ്റിയെടുക്കുന്ന ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പോവുകയാണ്. This is not a paid promotion. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. കാരണം എൻ്റെ ചാനൽ ഇതുവരെ ഒരു കാര്യക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഈ പ്രൊഡക്റ്റിനൊരു പ്രത്യേകതയുണ്ട്. ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. താരൻ കാരണം നിങ്ങൾ നാണം കെടുന്നുവോ? മുടിവീഴ്ചയിൽ നിങ്ങളെ പേടിപ്പിക്കുന്നുവോ? കഷണ്ടി നിങ്ങളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നുവോ? നിങ്ങൾക്ക് തലയിൽ മുടിയുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങളെപ്പോലെ തന്നെ ഇത് അനുഭവിക്കുന്ന ഫ്രണ്ട്സിന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ആൻഡ് our product മൈസൂർ ജംഗിൾ ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ. അതെ, മൈസൂർ ജംഗിൾ ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ. അതാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റ്. കഷണ്ടിക്ക് വരെ പരിഹാരവുമായി. ഇത് മൈസൂർ ആദിവാസി ഹെയർ ഓയിൽ ആണോ? മൈസൂർ ആയുർവേദിക് ഹെർബൽ ഓയിൽ. ഇതുപോലെ വർക്കുപ്പി തേക്കുമ്പോൾ 3 മാസം ആണുങ്ങളെ ഇതുപോലെ മുടി വളരും. ആണുങ്ങൾക്ക് ഒരു കുപ്പി 3 മാസം, പെണ്ണുങ്ങളെ 2 കുപ്പി 6 മാസം തേക്കണം. 2 കുപ്പി 6 മാസം. 6 മാസം തേക്കുമ്പോൾ ഇതുപോലെ മുടി ഉണ്ടാവും. ഒരു കഷണ്ടി ഉണ്ടെങ്കിൽ കഷണ്ടിക്ക് പുതിയ മുടി വരും. എല്ലാവരും കഷണ്ടിക്ക് 3 മാസം തേക്കുമ്പോൾ മതി. 10-20 ദിവസത്തിലെ കഷണ്ടിക്ക് പുതിയ മുടി കിളിക്കും. റിസൾട്ട് കൺഫേം. ഇതുപോലെ പനങ്കൊല പോലെ മുടി തൂങ്ങിക്കിടക്കും. മുടി ഉണ്ടാവും. ഒരു മുടി കൊയ്ച്ചലാവില്ല, മുടി താരണമാവില്ല, ഡാൻഡ്രഫ് ആവില്ല. നല്ല മുടി ഉള്ളു തിക്ക് കട്ടി ബണ്ണം പോലെ മുടി ഉണ്ടാവും. ഫുൾ ഗ്യാരണ്ടി. അടുത്തതായി നമുക്ക് ഈ എണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. കുറച്ച് എണ്ണ എടുക്കട്ടി രാത്രി കിടക്കുന്ന സമയത്ത് തലേ പേരിൽ നല്ലോണം മസാജ് ചെയ്യണം. മസാജ് ചെയ്തിട്ട് രാവിലെ എണിച്ചിട്ട് വാഷ് ഉണ്ടാക്കാം. നല്ല പോലെ പയ്യെ അത് തലയിലേക്ക് നല്ല പോലെ മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ രാവിലെ എണീറ്റ് വാഷ് ഉണ്ടാക്കാം. അതായത് കഴുകുക. പാവം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. വാഷ് ഉണ്ടാക്കുക മീൻസ് കഴുകുക. വാഷ് ഉണ്ടാക്കി ആഴ്ചക്ക് 2 ദിവസം 3 ദിവസം തേക്കുമ്പോൾ മുടി ഉള്ളു തിക്ക് കട്ടിയായിട്ട് വളരും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഭാഷയില്ലല്ലോ, പ്രൊഡക്റ്റ് അല്ലേ നമുക്ക് ഇമ്പോർട്ടന്റ്. വളരും. പിന്നെ ചെറിയ കൊച്ചുമക്കളുണ്ടോ, 2 വയസ്സ് 3 വയസ്സ് കൊച്ചുമക്കൾക്ക് തേക്കും. പിന്നെ വയസ്സാൾക്ക് തേക്കും. ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന എണ്ണാണ് ഇത്. യാതൊരുവിധ പ്രായഭേദമില്ലാതെ എല്ലാവർക്കും ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരേ ഒരു എണ്ണ ആണോ ഇത്. ഞങ്ങൾ സ്വന്തമായിട്ട് കാച്ചെടുക്കണം. മൂപ്പന്മാർ സ്വന്തമായിട്ട് കാച്ചെടുക്കും. പച്ചമറിന്റെ എണ്ണാണ്. മൂപ്പന്മാർ തന്നെ സ്വയം വാറ്റിയെടുക്കുന്ന കാച്ചിയെടുക്കുന്ന എണ്ണയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് എന്തുകൊണ്ടും വിശ്വസിക്കാം. ഇത് 100 പച്ചമറന്ത് ഉണ്ട്. ഞാനല്ല, ഈ ചേച്ചി ഗ്യാരണ്ടി. സാറ ബേണിങ്ങൾ ഇതുപോലെ എണ്ണ നിങ്ങൾക്ക് ബേണിങ്ങൾ എൻ്റെ സ്ക്രീനിലെ നമ്പർ ഉണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്, വാട്സാപ്പ് നമ്പർ ഉണ്ട്. സാർ ആ നമ്പറിൽ ഫോൺ വിളിക്കുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അയച്ചു കൊടുക്കാം. വീട്ടിൽ അയച്ചു തരും. ഉറപ്പായിട്ടും ഞാൻ ഈ എണ്ണ വാങ്ങുന്നതായിരിക്കും. ഞാനിത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിന് എനിക്ക് പൈസ വേണം. പൈസ വേണമെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. എന്നാൽ നമ്മുടെ ചാനലിൽ ഈ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. മൈസൂർ വനാന്തരങ്ങളിൽ കാച്ചിയെടുത്ത മൈസൂർ ജംഗിൾ ആയുർവേദിക് ഹെർബൽ ഹെയർ ഓയിൽ.
വാങ്ങുക, ഉപയോഗിക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾക്കും വേണ്ടി മയിലിനെ പോലത്തെ അഴകിയ കൂന്തലുകൾ. മുടി വളർത്തുന്ന കാര്യത്തിൽ ആണുങ്ങൾ പെണ്ണുങ്ങളെക്കാളും ഒട്ടും പുറകിലല്ല. ആ മുടിയൊന്ന് ചുറ്റിക്കിട്ട് തെങ്ങും ഒരു അറ്റ തേങ്ങ താഴെ വീഴുന്ന കാണാം. ഇദ്ദേഹത്തിൻ്റെ ഈ മുടി കാണുമ്പോഴാണ് എനിക്ക് ഇങ്ങേരോട് അസൂയ തോന്നുന്നത്. എനിക്ക് ഈ പ്രൊഡക്റ്റ് എന്തായാലും വാങ്ങാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കണ്ടുകൊണ്ടേയിരിക്കുക. പരസ്യത്തിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അയാൾ ആ മുടി ഇങ്ങനെ കാണിക്കുന്നതാണ്. എന്ത് രസമല്ലേ? പിന്നെ എങ്ങനെ ഇയാളോട് അസൂയ തോന്നാതിരിക്കും? പക്ഷേ ദ മെയിൻ തിങ് ഈസ്, ഈ വീഡിയോയിൽ എല്ലാവരുടെയും മുടി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന ചേച്ചിക്ക് എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൂടാ?